ജന്മാദ്യസേതോന്നയാതിതരതച്ചാർത്തേഷ്വിജ്ഞസ്വരാട്ടേണേ ബ്രഹ്മകൃതായ ആദികവേ മുഖ്യന്തി യത്സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മുഷാ ദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായം 27-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞ് വെച്ചത്. വിതുരൻ ഉദ്ധവനോട് ദ്വാരകയിലത്തെ കുശല പ്രശ്നങ്ങൾ ചോദിക്കുകയാണ്. ഉദ്ധവനോട് എന്നിട്ടാണ് മൈത്രേയരെ കാണുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഉദ്ധവനാണ്. 4 അധ്യായം, 1-ാമത്തെ അധ്യായം ആയുള്ളൂ. 4 അധ്യായം വിതുരോദ്ധവ സംവാദവും അവിടുന്ന് അങ്ങോട്ട് കുറേ ഭാഗം സ്കന്ധം മുഴുവൻ, പിന്നെ 4-ാമത്തെ സ്കന്ധം ഉണ്ട്, വിതുര മൈത്രേയ സംവാദമാണ്. അപ്പോൾ അവിടെ ആർക്കൊക്കെയാണ് സുഖമാണ് എന്ന് ചോദിക്കുകയാണ്. വാസുദേവൻ, വസുദേവർക്ക് സുഖമില്ലേ എന്നും കൃഷ്ണന് സുഖമില്ലേ എന്നും. വാസുദേവനും വസുദേവനും വ്യത്യാസമുണ്ടല്ലോ. വാസുദേവൻ എന്ന് പറഞ്ഞാൽ വസുദേവൻ്റെ പുത്രൻ, വസുദേവനെ പല ദിക്കിലും വാസുദേവൻ തിരിച്ചു വായിക്കും, ദീർഘം വേണ്ടാത്തടത്ത് കൂട്ടിയിടും. വസുദേവൻ, വസുദേവപുത്രനാണ് കൃഷ്ണൻ, വാസുദേവപുത്രനല്ല. വസുദേവപുത്രൻ വാസുദേവൻ. എന്തായാലും ആ വസുദേവർക്ക് സുഖമല്ലേ എന്നാണ് ചോദിച്ചത്. പിന്നെ പ്രദ്യുമ്നൻ സുഖമല്ലേ? ആരാ പ്രദ്യുമ്നൻ? രുക്മിണീപുത്രൻ, കാമദേവൻ്റെ അവതാരമാണ് എന്ന് പറയുണ്ടായി ഇന്നലെ. സ്മരദാദി സർഗേ, സ്മരൻ കാമദേവൻ. ഇനി ഉഗ്രസേനൻ, ദ്വാരക ഭരിക്കുന്നത് ഉഗ്രസേനനാണ്. ഏതൊരു ഭഗവാൻ അധികാരം പോലും വേണ്ട എന്ന് കരുതി ഉഗ്രസേനനെ ഏൽപ്പിച്ചുവോ, ആ ഉഗ്രസേനന് സുഖമല്ലേ? ജാമ്പവതി പുത്രനായിട്ടുള്ള സാമ്പൻ, ആരാണോ സുബ്രഹ്മണ്യൻ്റെ അവതാരമായിരിക്കുന്നത്, ഉപായക്കാരനല്ല, അദ്ദേഹത്തിന് സുഖമല്ലേ? അതുപോലെ തന്നെ അർജുനനിൽ നിന്ന് ധനുർവേദം ലഭിച്ചതായിട്ടുള്ള സ്വാത്തികി സുഖമായിരിക്കുന്നുവോ? ഇനി അവിടുന്ന് അങ്ങോട്ട് ചോദിക്കുന്നു. 32-ാമത്തെ ശ്ലോകം. കച്ചിത് ബുധ സ്വത്യനമീവ ആർത്തേഷു ബൽക്കപുത്രോ ഭഗവത് പ്രപന്ന യകൃഷ്ണപാദാങ്കിതമാർഗപാംസുരചേഷ്ടത പ്രേമ വിഭിന്നധൈര്യ. അനമീവ, സുഖമായിട്ടിരിക്കുക, അല്ലലൊന്നുമില്ലാണ്ട് എന്ന വാക്കാണ് അനമീവ. അനമീവ മനാമയം, രണ്ടും തന്നെ കേട്ടോ, രണ്ടും കൂടി പറയും ചിലപ്പോൾ. അനമീവ മനാമയം, അനാമയം രോഗമോ ദുഃഖമോ ഇല്ലാതിരിക്കൽ. ഭഗവത് പ്രപന്ന, ഭഗവാനെ ശരണം പ്രാപിച്ചിരിക്കുന്നവനും ആയ ബുധ, ബുദ്ധിമാനായ ശ്വപൽക്കപുത്ര അക്രൂരൻ. ക്രൂരൻ്റെ അച്ഛൻ്റെ പേരാണ് ശ്വപൽക്കൻ. അപ്പം ശ്വപൽക്കപുത്രൻ എന്ന അക്രൂരനെ പലപ്പോഴും പറയുന്നു. ശ്വപൽക്കപുത്രനായിരിക്കുന്ന അക്രൂരൻ സ്വസ്തിയാസ്തേ, സുഖമായിരിക്കുന്നു. ഓരോരുത്തരുടെയും പേരെടുത്ത് ചോദിക്കണം. പിന്നെയോ കൃഷ്ണപാദാങ്കിതമാർഗപാംസുഷു, ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദചിഹ്നങ്ങളിൽ അടയാളപ്പെട്ട മാർഗധൂളി, ഭഗവാന്റെ പാദധൂളി ശിരസ്സിൽ അഭിഷേകം ചെയ്ത ആളാണ് ആര്? അക്രൂരൻ. ആ ചരണചിഹ്നങ്ങളാൽ അടയാളപ്പെട്ട മൺപൊടി എടുത്ത് അചേഷ്ടത, അതിൽ കടന്നുരുണ്ടുക, ഭഗവാൻ ചവിട്ടിയ മണ്ണിൽ കടന്നുരുളുക, അത് ശിരസ്സിൽ അണിയുക, ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അക്രൂരൻ. അങ്ങനത്തെ ഭക്തി ഉണ്ടാവണം വെച്ചാൽ ഭാഗ്യം വേണ്ടേ എന്നുള്ള അർത്ഥത്തിൽ വിവരിക്കുക അത് അക്രൂരൻ്റെ ആ ഒരു ഭാഗം വരുമ്പോൾ. ഭരതനാണ് രാമായണത്തിൽ രാമൻ്റെ കാല് പൊടി എടുത്ത് തലയിലിട്ട് അതിൽ കിടന്നുരുണ്ടിട്ടുള്ള ഒരാൾ. അവിടെ ഭരതനും ഉണ്ട്, അവിടെ അക്രൂരനും ഉണ്ട്. ആരാരാ മീതി നിശ്ചയില്ല. ഒന്ന് സഹോദരനും ഭക്തനുമാണ് ഭരതൻ, ഇവിടെ ഭക്തനാണ് അക്രൂരൻ. ശബൽക്കപുത്ര, ശ്രീകൃഷ്ണൻ്റെ ചരണചിഹ്നങ്ങൾ, കൃഷ്ണപാദ അങ്കിത മാർഗ പാംസു, കൃഷ്ണപാദങ്ങൾ
അടയാളമായിട്ടുള്ള വഴി, അതാണ് മാർഗം. അവിടുത്തെ പാംസു മൺപൊടി എടുത്ത് ശിരസിലണിഞ്ഞ ക്രൂരന് സുഖമല്ലേ. കച്ചിത് ബുധ സ്വസ്ത്യനമീവസ്തി അനമീവ ആസ്തേ. സ്വസ്തി പ്ലസ് അനമീവം, സ്വസ്തി അനമീവം. അനമീവമാണ് വാക്ക്. കളങ്കമില്ലാത്ത, നിഷ്കളങ്കനായ, ദോഷരഹിതനായ, നല്ല എന്തർത്ഥവും പറയാം അനമീവത്തിന്. ഒരു പ്രത്യേക അർത്ഥമൊന്നുമില്ല, നല്ലതേ വരൂ. ദുരിതം ദുഃഖം അവിടുന്ന് അനമീവെന്ന് പറയില്ല. നല്ലതിന് എന്തിനു വേണമെങ്കിലും ചേർക്കാവുന്ന അങ്ങനെ ചില പദങ്ങളുണ്ട്. അനമീവം ദോഷരഹിതനും നിഷ്കളങ്കനും നന്മയുടെ മൂർത്തിയായിട്ടുള്ളതും ഒക്കെ നല്ലത് ഏതും പറയുന്ന വാക്കാണ് അനമീവം. സ്വസ്തി പ്ലസ് അനമീവം, സ്വസ്ത്യനമീവം. സ്വസ്തി അനമീവം ആസ്തേ. സുഖമായിട്ട് അക്രൂരനിരിക്കുന്നുവോ. കച്ചിത് സുഖം ദേവകഭോജപുത്ര്യ വിഷ്ണുപ്രജായ ഇവ ദേവമാധൂയ വേ സുഖേണദാരദേവം ത്രൈ യഥാ യജ്ഞവിധാനമർത്ഥം. അടുത്ത് ദേവകിയെക്കുറിച്ച്, ഭഗവാന്റെ അമ്മ ആവാനുള്ള ഭാഗ്യത്തെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ഈ ലോകത്തിൽ ഭഗവാനെ പ്രസവിച്ച സ്ത്രീ എന്ന് ഒറ്റ സ്ത്രീക്ക് ആ ഡെസിഗ്നേഷനുള്ളൂ, ആ ഒരു ഭാഗ്യമുള്ളൂ. അതാരാണ്? ദേവകി. സുഖം ദേവകഭോജപുത്രിയ വിഷ്ണുപ്രജായ ഇവ ദേവമാതു. ഭഗവാന്റെ മാതാവായിരിക്കുന്ന ആ ദേവകി എന്തു പറയുന്നു? സുഖമായിരിക്കുന്നുവോ. ദേവകഭോജപുത്ര്യ, ദേവകൻ്റെ പുത്രനാണ് ദേവകി. അത് ശരിക്കും പറയാച്ചാൽ കംസനും ദേവകിയും സഹോദരന്മാരല്ല. കാരണം ഉഗ്രസേനൻ്റെ മകനാണ് കംസൻ. ദേവകൻ്റെ മകളാണ് ദേവകി. രണ്ടച്ഛൻ്റെ മക്കൾ. നേരെ സഹോദരിമാരെന്ന് പറയുക വയ്യ, ഒരച്ഛനാവണല്ലോ. എങ്കിലും സഹോദരി എന്ന സ്നേഹത്തിൽ തന്നെയാണ് കംസൻ ദേവകിയെ നോക്കിക്കണ്ടതും വളർത്തിയതും വേണ്ടതൊക്കെ അന്വേഷിച്ച് ചെയ്തതും. അച്ഛൻ രണ്ടാണെന്നൊരു വ്യത്യാസം ഉണ്ട്. അതാണ് ഇവിടെ ദേവകഭോജപുത്രിയ, ദേവകൻ്റെ പുത്രിയായ ദേവകി. പ്രജായ ദേവമാതു ഇവ, ദേവമാതാവിനെ പോലെ. ആരാ ദേവമാതാവ്? അതിഥി. ഇന്ദ്രൻ്റെയും മറ്റ് ദേവന്മാരുടെയും കൂടെ ദേവന്മാരുടെയൊക്കെ അമ്മയായിരിക്കുന്ന അതിഥിയുടെ ഒരു സ്ഥിതി എന്താ? വളരെ വലിയ അവസ്ഥയാണ് അല്ലേ ദേവമാതാവ് എന്ന് പറഞ്ഞാലേ. അപ്പം അതേപോലെ എന്നിവിടെ ഉപമയാണ്. യാവൈ ത്രൈ യജ്ഞവിധാനം അർത്ഥം, യാഗത്താൽ വിസ്തരിക്കപ്പെടുന്ന വസ്തുത്വത്തെ എന്ന പോലെ വിഷ്ണുവിനെ തൻ്റെ ഗർഭത്തിൽ ധരിച്ചു. വിഷ്ണുവിനെയൊക്കെ ഗർഭത്തിൽ ധരിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ആര്? ദേവകി. ത്രൈ വേദം, വേദത്തെ യാഗത്താൽ വിസ്തരിക്കപ്പെടുന്ന വസ്തു. ദേവമാതാവായ അതിഥി ദേവിയെ പോലിരിക്കുന്നവളും ദേവകൻ എന്ന പേരായുമായ പുത്രിയായി ജനിച്ചവളുമായ ദേവകി ക്ഷേമമായി ഇരിക്കുന്നുവോ. വേദം യാഗത്തിൻ്റെ വിത്താര രൂപമായ അർത്ഥത്തെ വസ്തുവിക്കത്തെ ധരിക്കുന്നു, അതുപോലെ നർത്തം. അപിസ്ഥിതാർത്ഥേ ഭഗവാൻ സുഖംബോ യഥാം കാമതുഗോ അനിരുദ്ധ. നേരത്തെ പ്രദ്യുമ്നൻ്റെ കഥ പറഞ്ഞു. ഇപ്പോൾ പ്രദ്യുമ്നൻ്റെ മകനാണ് അനിരുദ്ധൻ. യമാമനന്തി സ്മകശബ്ദയോനി മനോമയം സത്തതുരീയ തത്വം സാത്വതാം വാ. ഭക്തന്മാരായ നിങ്ങളുടെ വിതുരന്മാരും ഇതിരുടെ കൂടെയുള്ളവരെയും കൂട്ടിച്ചേർത്തിട്ടാണ് പറയണത്. നിങ്ങളുടെ കാമതുക അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്നവനും ആയ ഭഗവാനായ അനിരുദ്ധൻ. ഭഗവാന്റെ മക്കളൊക്കെ ഭഗവാന്റെ അതേ പ്രഭാവം ഉണ്ടാവും, സംശയമില്ലല്ലോ. ഐശ്വര്യപരിപൂർണനായ ഭഗവാൻ ഈശ്വരൻ തന്നെ അംശമാണ്. അനിരുദ്ധൻ ഭഗവാന്റെ പൗത്രനാണ്. പുത്രൻ പ്രദ്യുമ്നൻ, മകൻ അനിരുദ്ധൻ. യാതൊരുവനെ സപ്തതുരീയ തത്വം, അന്ധക്കരണങ്ങളിൽ നാലാമത്തേതിൻ്റെ അതിദൈവതം എന്നും പറയുന്നു. ശാസ്ത്രങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനം എന്ന് വേദങ്ങൾ പറയുന്നു. അപ്പം ശരിയാളല്ല അനിരുദ്ധൻ.
അതെന്താ ഈ നാലാമത്തെ അതിദൈവം പറയാൻ കാരണം? അതായത് അന്ധക്കരണം എന്ന് പറയുന്ന മനസ്സ് അടങ്ങുന്ന, മനസ്സ് മാത്രമല്ല അന്ധകരണം എന്നുള്ളതിനാണ് അങ്ങനെ അടങ്ങുന്നതാന്ന് പറഞ്ഞത്. അതിനെ 4 ഭാഗമാക്കിയിട്ട് തിരിക്കും. ആത്മീയമാണ് കുറച്ചവിടെ തത്വം. അതാണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇത് 4നെയും ചേർത്താണ് ഒറ്റ വാക്കിൽ അന്ധക്കരണം എന്ന് പറയണത്. അപ്പോൾ നമുക്ക് മനസ്സിലാവാം, മുമ്പേ പറഞ്ഞിട്ടുണ്ടാവാം, ഇപ്പം ജനിച്ച കുട്ടിക്ക് ചിത്തം ഉണ്ടാവും. ചിത്തം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷേ 28 കഴിയാത്ത ഒരു കുട്ടിക്ക് എന്തുണ്ടാവില്ല? മനസ്സും അഹങ്കാരവും ഉണ്ടാവില്ല. ജനിച്ച കുട്ടിക്ക് അഹങ്കാരവും ഇല്ല, മനസ്സും ഇല്ല, ബുദ്ധി വികാസവും ഉണ്ടാവില്ല. ബുദ്ധിയിലൊന്നും ഇല്ലല്ലോ ആ സമയത്ത്. അപ്പം എന്തേ ഉണ്ടാവുള്ളൂ? ചിത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. വ്യത്യാസം പറയാനാണ് ഞാൻ ഇങ്ങനെ പറയണത്. കുറച്ച് കഴിഞ്ഞാലോ നമ്മളൊരു ചോദ്യമുണ്ട്, കുട്ടിക്ക് പരിചയക്കേട് തുടങ്ങിയോ? കുട്ടിക്ക് പരിചയക്കേടല്ല ശരിക്കും തുടങ്ങണം, തുടങ്ങണം. പരിചയമല്ലേ തുടങ്ങണം? അതുകൊണ്ടല്ലേ ഇത് തൻ്റെ ആൾ മറ്റേ തൻ്റെ അല്ലാത്ത ആൾ എന്ന് തോന്നണത്. പരിചയക്കേടല്ല തുടങ്ങണം, പരിചയമാണ്. ഭാഷയിൽ, നാടൻ ഭാഷയിൽ അങ്ങനെ ചില തെറ്റായ പ്രയോഗങ്ങൾ ഉണ്ട്. ചില ആവർത്തനങ്ങളിൽ പോസ്റ്റ് കാല്, പൈക്കിടാൻകുട്ടി എന്നൊക്കെ പറഞ്ഞ പോലെയും ചില വിപരീതമായിട്ട് വരും. ഒരു സ്വരച്ചേർച്ച വന്നിരിക്കണു. സ്വരച്ചേർച്ച വന്നിരിക്കണു എന്ന് പറയണത് എന്തിനറിയോ? സ്വരച്ചേർച്ച ഇല്ലായ്മ വന്നിരിക്കണു എന്നുള്ളതിനാണ് പറയണത്. അവർ തമ്മിൽ ഇത്തിരി സ്വരച്ചേർച്ചയാണ്. അത് നല്ലതല്ലേ? അപ്പം അതേപോലെ വന്നു പെട്ടതാണ് എന്ത്? ഈ പരിചക്കട്. പരിചയം കുട്ടിക്ക് തുടങ്ങിയോ എന്നാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ടാണ് പരിചയമില്ലാത്തവരെയും പരിചയം തിരിച്ചറിയുന്നത്. അപ്പോൾ എന്തുണ്ടാവും? മനസ്സ്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തുണ്ടാവും? ബുദ്ധി. കുറേ കൂടി കഴിഞ്ഞാൽ അഹങ്കാരം. അഹങ്കാരം കഴിഞ്ഞിട്ട് അത്രയും ബുദ്ധി ഉണ്ടാവുക. ഞാൻ കരഞ്ഞാലേ എനിക്ക് പാലുള്ളൂ. കുട്ടി കാലിട്ടട്ടിച്ച് കരയും, അമ്മ വന്നിട്ട് പാലും കൊടുക്കും. അപ്പോൾ അവിടെ എന്തായി? അഹം. എനിക്ക് പാല് വേണം. എങ്ങനെ കിട്ടും? ആ കൊച്ചു കുട്ടിക്ക് അറിയാം, രാലാനാൻ രോദനം ബലം. കുട്ടിക്ക് ബലം എന്താണ്? കരച്ചിൽ. ഏത് പണി അവിടെ ഇട്ട് വരും അമ്മ, അല്ലേ? അപ്പോൾ അഹങ്കാരം, ഞാൻ എന്ന തോന്നൽ, എനിക്ക് എൻ്റെ കാര്യം നടക്കണം. പിന്നെയാണ് ബുദ്ധി ഉണ്ടാവുക. ധാരാ അമ്മ, ധാരാ അച്ഛൻ. ഇതെന്താ? കളിപ്പാട്ടത്തിൻ്റെ പേര് പറയാൻ തുടങ്ങും. അപ്പോൾ ബുദ്ധി ഉണ്ടായി. ഇപ്പം എന്തൊക്കെ പറഞ്ഞൂടെ? ചിത്തം, മനസ്സ്, അഹങ്കാരം, ബുദ്ധി. ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അതിൽ പ്രദ്യുമ്നൻ അനിരുദ്ധൻ്റെയും പുത്രനാണ്. അല്ല, പ്രദ്യുമ്നൻ്റെയും പുത്രനാണ് അനിരുദ്ധൻ. 4ാമത്തെ തത്വമാണ് ബുദ്ധി. ഇതിൽ ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇപ്പം 4ാമത്തെ അഹങ്കാരം നമ്മുടെ 4ാമത്തെ എന്ന് പറഞ്ഞത്. അത് പറഞ്ഞാലല്ലേ ഇത് മനസ്സിലാവുള്ളൂ. എങ്ങനെ ഈ 4ാമത്തെ അവിടെ വന്നത്? ഇതാ വാക്ക് തുരീയം. തുരീയം എന്ന് പറഞ്ഞാൽ നമുക്കത്തിൽ 4ാമത്തെ എന്നർത്ഥമാണ്. എം ആമനന്തി. യമനൊന്നും അവിടെ ഇല്ല കേട്ടോ. എം പ്ലസ് ആമനന്തി. ശബ്ദയോനിയും. ശബ്ദശാസ്ത്രം അറിയുന്നവർ 4ാമത്തെ തത്വമായ ബുദ്ധിയുടെ ദേവൻ എന്ന് പറയുന്ന അനിരുദ്ധന് സുഖമല്ലേ എന്നുള്ള കാര്യമുള്ളൂ. ഒന്നുകൂടി ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇതിൽ 4ാമത്തേതിൻ്റെ ദേവതയാണ് അനിരുദ്ധൻ. അപ്പോൾ അഹങ്കാരത്തിൻ്റെയോ സംഘർഷണൻ, ചിത്തത്തിൻ്റെയോ വാസുദേവൻ. വാസുദേവ ആണ് ചിത്തത്തിൻ്റെ ദേവനാണ്. മനസ്സിൻ്റെ ദേവത പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്ന് പറയും. മനസ്സിൻ്റെ ദേവത അനിരുദ്ധൻ. അങ്ങനെ ഓരോന്നിനും ഓരോ ദേവതകളുണ്ട്. അതിൽ 4ാമത്തെയാണ് എന്ത്? അഹങ്കാരം. ഇവിടെ വരുന്നത് മനോമയം സത്വതുരീയ സത്വം. ബുദ്ധി. ബുദ്ധിയുടെ തത്വമാണ് പ്രദ്യുമ്നൻ. ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഈ 4ാമത്തേന്ന് പറഞ്ഞാൽ അവിടെ ആ തുരീയത്തിന് അർത്ഥം ബുദ്ധിയാണ്. ബുദ്ധിയുടെ തത്വം
ആണ് പ്രദ്യുമ്നൻ. ആ പ്രദ്യുമ്നൻ സുഖമല്ലേ? വേണം നോട്ടെടുത്ത് വയ്ക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മറക്കും. ഇതിപ്പോൾ പറഞ്ഞു വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അത് ആ ക്രമത്തിൽ തന്നെ പറഞ്ഞാലേ നാലാമത്തെ പ്രദ്യുമ്നാവുള്ളൂ. ചിത്തം 1, 2 മനസ്സ്, രണ്ടാമത്തെ മനസ്സാണ്, മൂന്നാമത്തെ അഹങ്കാരം, നാലാമത്തെ ബുദ്ധി. ചിത്തം, മനസ്സ്, അഹങ്കാരം, ബുദ്ധി. ഇതിൽ ബുദ്ധിയുടെ തത്വമായ അനിരുദ്ധന് സുഖമല്ലേ എന്ന് ചോദിച്ചതാണ്. അഭിസ്ഥിതന്യേച നിജാത്മദേവമനന്യവൃത്യാസമനുവ്രതായേ ഹൃദീക സത്യാത്മചാരുദേഷ്ണഗതാദയസ്വസ്തി സൗമ്യ. സൗമ്യ സംബോധനയാണ്. നിജാത്മദൈവം, തങ്ങളുടെ ആത്മാവിന് പ്രകാശത്തെ നൽകുന്ന ശ്രീകൃഷ്ണനെ, വിശേഷണമാണ് ഭഗവാനെ, അനന്യവൃത്യ, വേറൊന്നും കൂടാതെ ചിന്തിക്കുക. എളുപ്പമല്ല, പറയലെളുപ്പം കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് ധ്യാനിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് എവിടേക്കൊക്കെ ഭ്രംശം എന്ന് പോകുന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. 10 മിനിറ്റ് ഒന്ന് ഇരുന്ന് നോക്കിയാൽ അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ മനസ്സ് ഭഗവാനെ ചിന്തിച്ചിരിക്കാൻ? പറ്റില്ല. അപ്പോഴേക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും. അപ്പോൾ അനന്യ ചിന്ത കൂടാതെ ഭഗവാനെ ചിന്തിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാധനയാണ്. ഏ സമനുപ്രത, യാതൊരുത്തൻ വേണ്ട വിധം സേവിക്കുന്നുവോ ആ ഹൃദീക സത്യാത്മജ ചാരുദേഷ്ണഗതാദയ. കുറേ ആൾക്കാർ ഒന്നിച്ച് ഹോൾസെയിലായിട്ട് പറഞ്ഞു. ഹൃദീകൻ, സത്യഭാമാപുത്രൻ, ചാരുദേഷ്ണൻ, ഗതൻ, ഇവരൊക്കെ സുഖമായിരിക്കുന്നുവോ? വേറെ വിഷയമൊന്നും പറയാനില്ല. ശ്രീകൃഷ്ണ ഭക്തന്മാരായ ആരൊക്കെയാ? ഹൃദീകൻ, ചാരുദേഷ്ണൻ, ഗതൻ മുതലായിട്ടുള്ളവർക്ക് സുഖം തന്നെയില്ലേ? അഭിസ്ഥിത അന്യേച നിജാത്മദേവ, ഭഗവാനെ സർവമായി വിചാരിച്ചിരിക്കുന്ന നിജാത്മദേവ, അവരുടെ ദൈവമായി വിചാരിച്ചിരുന്ന അനന്യവൃത്യ, വേറൊന്നും ചിന്തിക്കാതെ സമനുവ്രതായേ, ആരൊക്കെയാ? ഹൃദീക, സത്യാത്മജ, ചാരുദേഷ്ണഗതാദയ, ചാരുദേഷ്ണൻ, ഗതൻ, സത്യാത്മജൻ മുതലായിട്ടുള്ളവർ. സത്യഭാമാപുത്രനാണ് സത്യാത്മജൻ കേട്ടോ. സത്യഭാമാപുത്രൻ, ഇവർക്കൊക്കെ സുഖം തന്നെയല്ലേ? സ്വസ്തി ചരന്തി, സ്വസ്ഥമായിട്ടവർ കഴിഞ്ഞു കൊഴിച്ചു കൂട്ടുന്നില്ലേ? ചരന്തി. അഭിസദോഭ്യാം വിജയാച്യുതാഭ്യാം ധർമ്മേണ ധർമ്മപരിപാതിസേതും ദുര്യോധനോദപ്യതയത്സഭായാം സാമ്രാജ്യലക്ഷ്മ്യാ വിജയാനുവൃത്യ. ധർമ്മപുത്രർ ചുരുക്കമാണ് ധർമ്മൻ എന്ന് പറയും. സ്വദോഭ്യാം വിജയാച്യുതാഭ്യാം, തൻ്റെ കൈകളായിരിക്കുന്ന അർജുനനോടും, വലങ്കയ്യാണ് എന്ന് പറയും അനിയൻ അല്ലേ? ധർമ്മപുത്രയുടെ വലങ്കയ്യാണ് അർജുനൻ. പിന്നൊരു കൈ ശ്രീകൃഷ്ണനും. അത് ഏതാ ഇടത്ത് ഏതാ വലത്ത് പറയുകയ്യ, ഭഗവാൻ തന്നെയാണല്ലോ വലതും കൈ. 2 കൈകളാണ്, ഒന്ന് അർജുനനും ഒന്ന് കൃഷ്ണനും. ധർമ്മപുത്രർക്ക് 2 ബലമുള്ളത്. ഭീമന് ശാരീരിക ബലമേ ഉള്ളൂ. മറ്റു ബലം ആർക്കുള്ള വെച്ചാൽ അർജുനനാത്രേ. കാരണം കൃഷ്ണൻ്റെ ഏറ്റവും വലിയ അടുത്ത സഖാവല്ലേ, അതിൻ്റെ ഏറ്റവും വലിയ ബലത്തിനും കാരണമല്ലേ. അർജുനനോടും ശ്രീകൃഷ്ണനോടും കൂടി സേതും ധർമ്മേണ, മര്യാദ തെറ്റാതെ, പരിപാലിക്കുന്നുവോ. ധർമ്മപുത്രയുടെ ഒരു പ്രത്യേകത സത്യത്തിൽ നിന്ന് ഒരിക്കലും ഇളകില്ല എന്നാണ്. അദ്ദേഹത്തിന് സത്യനിഷ്ഠയെ പറ്റിയിട്ട് പല കഥകളും ഉണ്ട് ഭാരതത്തിൽ. എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി, ധർമ്മപാലകനാണ് ധർമ്മപുത്രൻ എന്നാണ് പറഞ്ഞത്. അനുഷ്ഠിക്കുക സത്യത്തിലും അതെ, എല്ലാ ധർമ്മത്തിലും അതെ. അതുകൊണ്ട് ധർമ്മപുത്രൻ എന്ന് പേര് വന്നത്. ഒരിക്കൽ ദ്രോണർ ഒരു 10 ഗുണങ്ങൾ എഴുതി കൊടുത്തു കുട്ടികളോടൊക്കെ പഠിച്ചു വരുന്ന ആളൊക്കെ. അതിൽ സത്യം, ധർമ്മം, ദയാന്നൊക്കെ പറഞ്ഞൊരു 10 ഉണ്ട്. കുട്ടികളെ കാണപ്പെടാൻ പഠിച്ചു. ഒക്കെ പഠിച്ചോ എന്നല്ലേ പറഞ്ഞത്? ഓ പഠിച്ചു പറയാ, എല്ലാവരും പറഞ്ഞു. ധർമ്മപുത്രോട്, ധർമ്മപുത്ര പഠിച്ചു എന്നല്ല എഴുതിയ 10? എനിക്കൊന്നും പഠിഞ്ഞില്ല ഗുരുനാഥ. ഇത്ര ബുദ്ധിയില്ല ആളായിട്ടോ.
9 പടിഞ്ഞില്ല, ഒന്നോ ലേശം പടിഞ്ഞു, മുഴുവനായില്ല. എന്താ സത്യം? അശ്വത്ഥാമ ഹതാ കുഞ്ചര എന്നൊരു നുണ പറഞ്ഞുല്ലോ, അത് സത്യം പോലും മുഴുവൻ അങ്ങോട്ട് ആയി എന്നുള്ള തോന്നലില്ല അത്രേ. കുറച്ച് സത്യത്തിൽ നിഷ്ഠയുണ്ടാവുകൊണ്ട് അത് പടിഞ്ഞു, ബാക്കിയൊന്നും പടിഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ഈ പഠിക്കുക എന്ന് പറഞ്ഞാൽ? അവിടെയാണ് കാണാപ്പാടം പഠിച്ചതുകൊണ്ടൊന്നും പടിയില്ല. എന്നാൽ അപ്പം ഇങ്ങനെ ഒരു പ്രാവശ്യം ഭാഗവന്ന് വായിക്കുമ്പോൾ അയാൾ സിദ്ധനാവില്ലേ? ആവും. പഠിച്ചത് അനുഷ്ഠിച്ചാലാവും. ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വായിച്ചു പോയി പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അനുഷ്ഠിക്കണോടത്താണ് ഫലപ്രാപ്തി. അങ്ങനത്തെ ആളാ ധർമ്മോത്തര എന്നർത്ഥം. പഠിഞ്ഞു എന്ന് താൻ പറയണമെങ്കിൽ അത് അനുഷ്ഠിക്കാറായാലേ പഠിഞ്ഞു എന്ന് പറയുള്ളൂ. അങ്ങനത്തെ ആളാത്രേ ധർമ്മോത്തര. കാണാപ്പാടം പഠിക്കുന്ന ആളല്ല. അപ്പോൾ പറയാൻ പഠിച്ചു, കേൾക്കാൻ പഠിച്ചു, കേട്ടു, അതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പം അങ്ങനത്തെ ധർമ്മോത്തര കൊടുത്ത് ശ്രീകൃഷ്ണനോടും മര്യാദയിലും സത്യത്തിലും നിഷ്ഠയിലും ഉറച്ച് അതിൽ നിന്ന് തെറ്റാത്ത എല്ലാവരെയും പരിപാലിക്കുന്ന ധർമ്മപുത്രർക്ക് സുഖല്ലേ? നീ യാതൊരുവൻ്റെ സഭയിൽ അർജുനൻ്റെ സേവഹേതുവായിട്ടുണ്ടായ ചക്രവർത്തിയുടെ ഐശ്വര്യ നിമിത്തം ദുര്യോധനൻ ദുഃഖിച്ചു. ആ കഥ പ്രസിദ്ധമാണ്. ദുര്യോധനൻ കേമാണെന്നാണ് അപ്പോൾ ദുര്യോധനൻ്റെ വിചാരം. പക്ഷേ അഹങ്കാരം കൊണ്ട് സ്ഥലജല വിഭ്രാന്തി ഉണ്ടായി വെള്ളത്തിൽ എല്ലാവരും കാണത്തക്ക വിധം പതോന്ന് വീണു ദുര്യോധനൻ. ആ അഹങ്കാരം കൊണ്ട് പറ്റിയതത്. ഇത് അഹങ്കാരം കൊണ്ട് വീഴുമോ? വീഴും. ആ സഭയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നല്ല മനസ്സുള്ളവർക്ക് ഒരബദ്ധവും പറ്റില്ല എന്നാണ്. ഒരബദ്ധവും പറ്റില്ല. ദുർവിചാരം വിചാരിച്ചാൽ അപ്പോൾ അവിടെ തല മുട്ടുക, വെള്ളത്തിൽ വീഴുക, വെള്ളമുള്ള ദിക്കിലില്ല തോന്നുക, ഇല്ലാത്ത ദിക്കിലുണ്ട് തോന്നുക, അങ്ങനത്തെ വിഭ്രാന്തികളൊക്കെ ഉണ്ടാവും. മയൻ ഉണ്ടാക്കിയതാണ് ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടുള്ള ആ മന്ദിരം. അപ്പോൾ ഒരാൾ ദുർവിചാരം ഉണ്ടോ എന്ന് അയാൾക്ക് പറ്റിയ അബദ്ധം നോക്കി മനസ്സിലാക്കാം. അബദ്ധം പറ്റിയത് തീർച്ചയായും എന്തോ മനസ്സിൽ ധർമ്മോത്തരയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ശത്രുവാണോ മിത്രമാണോ എന്നറിയാൻ മനസ്സ് വായിക്കണ ക്യാമറയുണ്ട് പണ്ട്. എന്നാൽ അതില്ലയോ? മനസ്സ് വായിക്കണ ക്യാമറ ആയിട്ടില്ല. ബാക്കി നമ്മൾ CCTV കണ്ടു, കരയൊക്കെ എത്തി. മനസ്സ് വായിക്കണ ക്യാമറയോ അത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പണ്ടതുകൊണ്ട് ശത്രുവാണ് എന്ന് അയാൾ വീണാലോ തല മുട്ടിയാലോ തീർച്ചയാക്കാം എന്തോ ദുർവിചാരം വിചാരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സഭ ഉള്ള ആളാണ് ധർമ്മോത്തര. ആ ധർമ്മോത്തരയുടെ സഭയിൽ ഏതൊരു ദുര്യോധനനാണോ തലജല വിഭ്രാന്തി ഉണ്ടായിട്ട് വീണത്, അങ്ങനെയുള്ളതായിരിക്കണം ധർമ്മോത്തരക്ക് സുഖല്ലേ വിതുരാ എന്നാണ് ഇവിടെ ചോദ്യം. കിം വാ കൃതാഗേഷ്വഖമത്യമർഷി വിമോഹിവ ദീർഘതമം വ്യമുഞ്ചൻ യസ്യാംഗ്രിപാദണ്ഡനപൂർണസേഹേ മാർഗംഗദായാച്ചരതോ വിചിത്രം. ഈ ഭീമനെ കുറിച്ച് അന്വേഷണം. എന്താ ഭീമൻ? ഗദയുടെ അത്ഭുതകരമായ പ്രയോഗം നിമിത്തം എല്ലാവരെയും പേടിപ്പെടുത്തിക്കൊണ്ട് ഇല്ലേ, ഗദയുടെ കാട്ടുകൂടെ അങ്ങനെ വരുന്ന കണ്ട ആരിഹ വരുന്നത് എന്നെല്ലാവരും ചിന്തിക്കുന്നതാണ്. ആരും ഒന്ന് ചിന്തിച്ചു ഈ പറയണത് ഒരു സാധാരണക്കാരനല്ല, അമാതിരി ആളാണ് ആര്? ഭീമൻ. എവിടെയും തൻ്റെ ആ വ്യക്തിത്വം നടക്കുമ്പോൾ എന്താ അത്ര പ്രത്യേകത? യസ്യ അംഗ്രിപാദം രണഭൂ, ഭൂമി അല്ലെങ്കിൽ യുദ്ധഭൂമിയിലേക്ക് ഭീമൻ വന്നാൽ ഭൂമി എന്നെ കുലുങ്ങും എന്നാണ് നടക്കുമ്പോഴേ. ഈ നടത്തത്തിലൊക്കെ ബ്രാഹ്മണ്യം ക്ഷത്രിയ വ്യത്യാസങ്ങളുണ്ട്. കഥകളിയിൽ ഈ സ്ത്രീകൾ നടക്കുമ്പോൾ എപ്പോഴും കാലിൻ്റെ കുതി നിലത്ത് വയ്ക്കാൻ പാടില്ല. അത് കേട്ടിട്ടുണ്ട് കേട്ടോ, എനിക്ക് അറിയില്ല, കഥകളി പഠിച്ചിട്ടൊന്നുമില്ല. കുതി നിലത്ത് വയ്ക്കാൻ പാടില്ല, അങ്ങനെയാണത്രേ പറയണു. ഇന്നിപ്പോൾ മാറ്റണ്ടോ എന്ന് പറയാനും വയ്യ, കാരണം അത്രയും മൃദുവായിട്ടാണ് സ്ത്രീകൾ നടക്കുക. എന്നാൽ നേരെ തിരിച്ചാണ് ഭീമൻ. ഭീമനെ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജൊക്കെ ചടപട തീന്നാക്കി തീർക്കാൻ ഒരു പ്രയാസമില്ല. കുലുങ്ങും. ചില ആൾക്കാർ ഈ സ്റ്റേജ് പലക വെച്ച് കെട്ടും സപ്താഹത്തിൽ.
അപ്പോൾ ഈ വിളക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാകും. ഈ പലകയുടെ ഇളക്കം കൊണ്ട് വിളക്ക് മുഴുവനൊക്കെ ഇടും. ഇത് കുലുങ്ങിയ വിളക്ക് കുലുങ്ങും. വിളക്ക് കുലുങ്ങുമ്പോൾ തിരി അതിലാണ് താഴുകയാണ്. അപ്പം കന്നടത്തം വല്ലാത്ത ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് നടത്തുന്നതായിട്ടുള്ള ഭീമന് അഹിവത് ദീർഘതമം. പഹി എന്ന് പറഞ്ഞാൽ പാമ്പ് ചീറ്റണ പോലെ ദേഷ്യം വന്നാൽ മൂർഖം പാമ്പ് ചീറ്റില് എന്ന പോലെയുള്ളതാണ്. ഇവിടെ പറയുകയാണ് യസ്യാഘ്രിപാദം, ഏതൊരുവൻ്റെ പാദം കാലുകളുടെ പതിക്കൽ ഭൂമി പോലും രണഭൂമി പോലും സഹിച്ചില്ല. യുദ്ധക്കളത്തിലേക്ക് വന്നാൽ തന്നെ ഓടാൻ തുടങ്ങും ശത്രുക്കളെന്നാണ്. ഭൂമി ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങും. രണഭൂ, യുദ്ധഭൂമി ഇങ്ങനെ കുലുക്കിക്കൊണ്ട് നടക്കുന്ന ഭീമൻ്റെ അവസ്ഥ എന്താണ്? സുഖാണോ ഭീമന്? മാർഗംഗതായ ചരതോ വിചിത്രം. ഭീമസേനൻ അപരാധം ചെയ്തവരിൽ ബഹുകാലമായിരിക്കുന്ന ശിക്ഷയെ കൊടുക്കും. കണ്ടിരിക്കില്ല എന്നർത്ഥം, അപ്പം കൊടുക്കും ശിക്ഷ. മാർഗംഗതായ ചരതോ വിചിത്രം. എന്നിട്ടോ ആ ഗത കൊണ്ട് ഏതൊരു തെറ്റ് ചെയ്തവരെ ആണോ ശിക്ഷിക്കുന്നത്, അത്യമർഷി അതിക്രുദ്ധനായിരിക്കുന്ന ആ ഭീമസേനൻ സുഖമായിരിക്കുന്നുവോ? ഭൂമിയെപ്പോലും വിറപ്പിക്കുന്ന ഭീമൻ്റെ കാര്യം ചോദിച്ചു, അർജുനൻ്റെ കാര്യം ചോദിച്ചു, ധർമ്മോത്രയുടെ കാര്യം ചോദിച്ചു. ഇനി വിതുരൻ ആരെയാ ചോദിക്കണം? കച്ചിത് യശോധാരതയൂതപാനാം ഗാണ്ഡീവതന്നോ പരതരിരാസ്തേ ആലക്ഷിതോ യച്ചരകൂടകൂടോ മായാകിരാതോ ഗിരിശസ്തു ദോഷ. അർജുനനെ ചോദിക്കുകയാണ്. യശോധ, ഇവിടെ യശോദയല്ല കേട്ടോ, ഒരു വാക്കുകൊണ്ട് സംഗതി എത്രയോ മാറി. യശസ് ഉള്ളവൻ, യശോദ. യശോദ എന്ന് പറഞ്ഞാൽ മാതാവ്, കൃഷ്ണൻ്റെ അമ്മമാരെ. ഇത് രഥം എന്നുള്ളതായല്ല, രഥം യശോധ മധു എന്നുള്ളതാണ്, മധു എന്നുള്ളതായാണ്. തിരിച്ചിട്ടത യശോധ എന്ന് പറഞ്ഞാൽ കീർത്തിയുള്ളവൻ എന്നർത്ഥമേ ഉള്ളൂ. യശോദയായിട്ടൊന്നും ഒരു ബന്ധവുമില്ല അവിടെ. തിരിച്ചിട, തലകീഴായിട്ട. കച്ചിത് യശോദാരഥയൂതപാനാം ഗാണ്ഡീവതന്നോ പരതം. ഗാണ്ഡീവൻ കയ്യിൽ പിടിച്ചിട്ടുള്ള ആൾ ആരാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉപരതാരി ആർത്തേ ആലക്ഷിതോയ ചരകൂടകൂടോ. ഇവിടെ പറയാണ് ഉപരതാരി, ശത്രുക്കളെ സംഹരിച്ചിട്ട് വസിക്കുന്നവോ, ഒക്കെ ശത്രു സംഹാരികളാണ്. അലക്ഷിത, അത്ര വേഗമൊന്നും അറിയപ്പെടാൻ കഴിയാത്തവനും. ശരകൂടകൂട, യാതൊരുവൻ്റെ ശരസമൂഹങ്ങളാൽ മൂടപ്പെട്ടവനായ. മായാകിരാത ഗിരിശ, ശിവനെ എന്ത് ചെയ്തു? ശരം കൊണ്ടാണ് മൂടി അർജുനൻ. കിരാതം കഥ ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ. പക്ഷെ എളുപ്പമാണോ ശിവനോടൊക്കെ യുദ്ധം ചെയ്യാന്ന് ആലോചിച്ച് നോക്കൂ. ഒരൊറ്റ സംഹാരം നിമിഷം കൊണ്ട് ലോകത്തെ സംഹരിക്കണ ആളാ പരമേശ്വരൻ അല്ലേ. നേരിട്ട് തൊഴാനും കൂടിയും പാടില്ല എന്നാണ് പറയുക ശിവനെ. തൃക്കണ്ണ് തുറന്നാലേ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരണ അനാരോഗ്യപരമായിട്ടുള്ള രശ്മി നമ്മൾ കൊള്ളരുത്. ശിവനെ നേരിട്ട് തൊഴുകരുത് എന്നും കൂടി പറയാം. അത്ര തേജസ്വിയാണ് ആ ശിവനെ. യുദ്ധം ചെയ്ത പൂക്കളെ കൊണ്ടാണ് മൂടിയത് എന്നാണ്. എന്താ, ശരം കൊണ്ട് ഇങ്ങനെ യുദ്ധം ചെയ്തു. പന്നിയെക്കുറിച്ചുള്ള തർക്കമുണ്ടായി. ഭഗവാനാണോ വധിച്ചത്, അർജുനനാണോ വധിച്ചത്, തർക്കമുണ്ടായിട്ട് അത് യുദ്ധത്തിലെത്തി എന്നാണല്ലോ കഥ, കിരാതം കഥ. അങ്ങനെ ആയപ്പോൾ ഒടുവിൽ എന്തുണ്ടായി? പാർവതിക്ക് പേടിയായിട്ട് ആവനാഴിയിലത്തെ അസ്ത്രം മുഴുവനെ പൂവായിട്ട് പോട്ടെ എന്ന് ശപിച്ചു അർജുനൻ്റെ. എന്തിനാ അങ്ങനെ ശപിച്ചത്? ഈ ശിവനെ എന്തെങ്കിലും അർജുനൻ ചെയ്യുമോ എന്ന് പേടിയൊന്നും പാർവതിക്കില്ല. ശിവൻ ആരാ എന്ന് ആരേക്കാളും പാർവതിക്ക് അറിയാം, ആരേക്കാളും അറിയാം. അതുകൊണ്ടാണല്ലോ ശിവനെ ഭർത്താവായി കിട്ടാൻ അത്രയധികം തപസ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഈ അർജുനനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അർജുനനെ പേടിച്ചിട്ടല്ല അത്രയെന്നാണ് പറയുക. പിന്നെയോ അർജുനൻ്റെ ശരപ്രയോഗം കണ്ട ശിവൻ തൃക്കണ്ണൊറ്റ തുറന്നാലോ
അർജുനൻ്റെ പൊടി ഉണ്ടാവില്ലേ, അത് ഭയന്നിട്ടാണ് പാർവതി ശപിച്ചത്. എന്ത്? ആവനാഴിയിൽ മുഴുവൻ പൂവാവട്ടെ, അല്ലാണ്ട് ശിവൻ എന്തെങ്കിലും പറ്റുമെന്ന് പാർവതിക്ക് പേടിയോ? പക്ഷേ ഭക്തനൊന്നും പറ്റാൻ പാടില്ല. തൻ്റെ ഭർത്താവിൻ്റെ ഭക്തൻ തൻ്റെയും കൂടി ഭക്തനല്ലേ, അതിനു വേണ്ടി എന്ത് ജപിച്ചു? ഒക്കെ പൂവായിട്ട് പോട്ടെ, പൂവായിട്ട് പോട്ടെ എന്ന് ജപിച്ചതോട് കൂടിയിട്ടാണ് പൂവുകൊണ്ടാട് മൂടി എന്ന് ഇവിടെ കഥ പറഞ്ഞത്. ശരസമൂഹങ്ങളാൽ മൂടി, പിന്നീടത് പൂവാക്കി മാറ്റി പാർവതി. അപ്പോൾ വില്ലെടുത്തിട്ട് അടിച്ചു എന്നൊക്കെയാണ് കഥ പോവുക. അതങ്ങനെ പോവും കഥ. ഇവിടെയോ ശരം കൊണ്ട് മൂടി. ആ അർജുനനെ സുഖല്ലേ? കച്ചിത് യശോദ കീർത്തിമാൻ രഥയൂതപാനാം കാണ്ഡീവതന്നോപരതാരിരാസ്തേ. കാണ്ഡീവൊക്കെ കയ്യിൽ പിടിച്ച് ശത്രുക്കളെ വിറപ്പിക്കുന്ന ആ ലക്ഷിതോയച്ചരകൂടകൂടോ, യുദ്ധക്കളത്തിൽ കൂടാരത്തിൻ്റെ ഉള്ളിൽ ശത്രുക്കളെ പേടിപ്പിച്ച് കാണപ്പെട്ടതായ മായാകിരാതോ, കിരാതത്തിൽ ശിവനെ തോൽപ്പിച്ച് ശരങ്ങളെ കൊണ്ട് മൂടിയ ഗിരിശസ്തുദോഷ, ഭഗവാൻ സന്തോഷാവുക ചെയ്ത്. ഇത്രയും യുദ്ധസാമർഥ്യം തൻ്റെ ഭക്തനുണ്ടല്ലോ അർജുനനെന്ന് പറഞ്ഞിട്ട് ശ്വാശുപതാസ്ത്രം കൊടുത്ത് അനുഗ്രഹിക്കുക ചെയ്ത്. അപ്പോൾ എത്രയൊക്കെ അനുഗ്രഹം വാങ്ങി കൂട്ടിയിട്ടുണ്ട് അർജുനൻ. ആലോചിച്ച് നോക്കൂ. നല്ലത് കണ്ട അപ്പം അഭിനന്ദിക്കണം എന്നാണ്. തന്നോട് യുദ്ധം ചെയ്തു വിചാരിച്ചിട്ട് അഭിനന്ദിക്കാതിരുന്നില്ല ശിവൻ. അതാണ് ശിവൻ്റെ ക്വാളിറ്റി. ആ യുദ്ധപാടവത്തെ അംഗീകരിച്ചു, പാശുപതാസ്ത്രം കൊടുത്തു. ദേഷ്യം വരില്ലേ വേണ്ട, തന്നോട് യുദ്ധം ചെയ്ത് അധിക പ്രസംഗി എന്നും പറഞ്ഞിട്ട് അതല്ല ഉണ്ടായത്. അതാണ് നല്ലത് കണ്ട അവിടെ ഇങ്ങോട്ട് അംഗീകരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള അർജുനൻ ഭാഗ്യവാനാണ്. ശിവൻ്റെ അനുഗ്രഹം കിട്ടി, കൃഷ്ണൻ്റെ അനുഗ്രഹം കിട്ടി, ഇനി എന്താ വേണ്ടത്? അപ്പോൾ ആ അർജുനന് സുഖാണോ സുഖാണോ ഉദ്ധവ? വിതുരൻ ചോദിക്കുകയാണ്. ഉദ്ധവ യമാപുതസിത്തനയ വൃഥായ പാർത്ഥേ മൃദോ പത്മഭിരക്ഷിണീവ രേമാത ഉദ്ധായ മൃദേസ്വരിക്തം പരാർത്തുപർണാഭിവജ്രവക്രാൻ. പിന്നെ സദാ നേത്രങ്ങൾ എന്ന പോലെ കാത്തിരിക്കുന്ന കുന്തിപുത്രന്മാർ, യമന്മാർ ആരൊക്കെയത് ചോദിച്ചാൽ അശ്വിനീപുത്രന്മാരുടെ ദേവന്മാരുടെ പുത്രന്മാരായ നകുലതകദേവന്മാർ. അവർക്ക് സുഖമല്ലേ? സുഖാന്വേഷണം തുടരുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.